Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's Kerala Renaissance class, we are going to discuss about some of the main women leaders of Kerala Renaissance. കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് കേരള നവോത്ഥാന കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പ്രശസ്തരായിട്ടുള്ള ചില വനിതാ നേതാക്കന്മാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. So, move to the first one. A.V. Kuttimalu Amma. A.V. Kuttimalu Amma. Born on 1905, April 25 at Ponnani, Malappuram. നവോത്ഥാന കാലത്തിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാരിൽ ആദ്യത്തേത് A.V. കുട്ടിമാളു അമ്മ. A.V. കുട്ടിമാളു അമ്മയുടെ ജനനം 1905 ഏപ്രിൽ 25 മലപ്പുറം ജില്ലയിലെ പൊന്നാനിയില്. 1905 ഏപ്രിൽ 25 മലപ്പുറം ജില്ലയിലെ പൊന്നാനിയില്. A.V. കുട്ടിമാളു അമ്മ was an active member of സ്വദേശി മൂവ്മെന്റ് ആൻഡ് ഖാദി മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനത്തിലും ഖാദി പ്രസ്ഥാനത്തിലും കേരളത്തിൽ നിന്നും പങ്കെടുത്ത വനിതാ നേതാക്കന്മാരിൽ പ്രശസ്തയാണ് A.V. കുട്ടിമാളു അമ്മ. സ്വദേശി പ്രസ്ഥാനത്തിലും ഖാദി പ്രസ്ഥാനത്തിലും കേരളത്തിൽ നിന്ന് പങ്കെടുത്ത വനിതാ നേതാക്കളിൽ പ്രശസ്തരായവരാണ് A.V. കുട്ടിമാളു അമ്മ. A.V. കുട്ടിമാളു അമ്മ led the picketing of foreign clothes shop in Kozhikode in 1931. 1931 കോഴിക്കോട് വിദേശ വസ്ത്രങ്ങളുടെ കടകൾക്കെതിരായി പിക്കറ്റിങ്ങിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് A.V. കുട്ടിമാളു അമ്മ. 1931 കോഴിക്കോട് നടന്ന വിദേശ വസ്ത്രങ്ങളുടെ കടകളുടെ പിക്കറ്റിങ്ങിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് A.V. കുട്ടിമാളു അമ്മ. A.V. കുട്ടിമാളു അമ്മ നോമിനേറ്റഡ് ഇൻ ടു ദ മദ്രാസ് അസംബ്ലി ഇൻ 1936 ആൻഡ് 1946. 1936, 1946 വർഷങ്ങളിൽ മദ്രാസ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വനിതയാണ് A.V. കുട്ടിമാളു അമ്മ. A.V. കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വർഷങ്ങളാണ് 1936, 1946. A.V. കുട്ടിമാളു അമ്മ വാസ് വൺ ഓഫ് ദ ഡയറക്ടർ ഓഫ് ദ ന്യൂസ് പേപ്പർ മാതൃഭൂമി. മാതൃഭൂമിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് A.V. കുട്ടിമാളു അമ്മ. മാതൃഭൂമിയുടെ ഡയറക്ടർമാരായി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളിൽ വനിതകളിൽ പ്രശസ്തരായ ഒരു വ്യക്തിയാണ് A.V. കുട്ടിമാളു അമ്മ. A.V. കുട്ടിമാളു അമ്മ വാസ് ദ പ്രസിഡന്റ് ഓഫ് മലബാർ ഹിന്ദി പ്രചാർ സഭ. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിരുന്ന വനിതാ നവോത്ഥാന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു A.V. കുട്ടിമാളു അമ്മ. ഷീ ഡൈഡ് ഓൺ 1985. A.V. കുട്ടിമാളു അമ്മയുടെ മരണം 1985. അപ്പോൾ A.V. കുട്ടിമാളു അമ്മ ജനനം 1905 ഏപ്രിൽ 25 പൊന്നാനി, മലപ്പുറത്താണ്. സ്വദേശി പ്രസ്ഥാനത്തിലും ഖാദി പ്രസ്ഥാനത്തിലും അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വനിതാ നേതാക്കന്മാരിൽ ഒരാളാണ് A.V. കുട്ടിമാളു അമ്മ. 1931 കോഴിക്കോട് വിദേശ വസ്ത്രങ്ങളുടെ കടകളുടെ പിക്കറ്റിങ്ങിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് A.V. കുട്ടിമാളു അമ്മ. A.V. കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 1936, 1946 വർഷങ്ങളിലാണ്. മാതൃഭൂമി ദിനപത്രത്തിന്റെ ഡയറക്ടർമാരായ വനിതകളിൽ ഒരാളാണ് A.V. കുട്ടിമാളു അമ്മ. മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായിരുന്നു A.V. കുട്ടിമാളു അമ്മ. കുട്ടിമാളു അമ്മയുടെ മരണം 1985. നെക്സ്റ്റ് വൺ ഈസ് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ നോൺ ആസ് ദ ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള. അടുത്തത് അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാൻ അറിയപ്പെടുന്നത് ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നാണ്. കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതാ നവോത്ഥാന നായികയാണ് അക്കമ്മ ചെറിയാൻ. കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതാ നവോത്ഥാന നായികയാണ് അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ ബോൺ ഓൺ 1909 അറ്റ് കാഞ്ഞിരപ്പള്ളി, കോട്ടയം. അക്കമ്മ ചെറിയാന്റെ ജനനം 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയില്. അക്കമ്മ ചെറിയാന്റെ ജനനം 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയില്. അക്കമ്മ ചെറിയാൻ ലെഡ് ദ രാജധാനി മാർച്ച് ഇൻ 1938 ഫ്രം തമ്പാനൂർ ടു കവടിയാർ. The king at the time of Rajadhani March was ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 1938
തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്തത് അക്കാമ്മ ചെറിയാനാണ്. 1938 തമ്പാനൂർ മുതൽ കവടിയാർ വരെ നടത്തിയ രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്ത വനിതയാണ് അക്കാമ്മ ചെറിയാൻ. രാജധാനി മാർച്ച് നടക്കുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവായിരുന്നു ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. രാജധാനി മാർച്ച് നടക്കുമ്പോഴുള്ള തിരുവിതാംകൂർ രാജാവായിരുന്നു ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. മഹാത്മാഗാന്ധി അഡ്രസ് അക്കമ്മ ചെറിയാൻ as the ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ. അക്കമ്മ ചെറിയാനെ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ട്രാവൻകൂറിന്റെ ഝാൻസി റാണി അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായികയാണ് അക്കാമ്മ ചെറിയാൻ. മഹാത്മാഗാന്ധി ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായികയാണ് അക്കാമ്മ ചെറിയാൻ. അക്കാമ്മ ചെറിയാൻ elected to the Legislative Assembly of Travancore in 1947 from കാഞ്ഞിരപ്പള്ളി. 1947 അക്കാമ്മ ചെറിയാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1947 അക്കാമ്മ ചെറിയാൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാമ്മ ചെറിയാൻ ഫൗണ്ടഡ് ദ ദേശസേവിക സംഘ്. ദേശസേവിക സംഘം സ്ഥാപിച്ച വ്യക്തിയാണ് അക്കാമ്മ ചെറിയാൻ. ദേശസേവിക സംഘം സ്ഥാപിച്ച നവോത്ഥാന നായികയാണ് അക്കാമ്മ ചെറിയാൻ. അക്കാമ്മ ചെറിയാൻ ഗോട്ട് താമ്രപത്ര ഫ്രം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1972. അക്കാമ്മ ചെറിയാന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് താമ്രപത്രം ലഭിച്ച വർഷം 1972. അക്കാമ്മ ചെറിയാന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് താമ്രപത്രം ലഭിച്ച വർഷം 1972. ദ മേജർ വർക്ക് ഓഫ് അക്കാമ്മ ചെറിയാൻ വാസ് 1114 കഥ. അക്കാമ്മ ചെറിയാൻ രചിച്ച പ്രശസ്തമായ പുസ്തകമാണ് 1114 കഥ. 1114 കഥ ആരുടെ കൃതിയാണ്? അക്കാമ്മ ചെറിയാൻ. ദ ഓട്ടോബയോഗ്രഫി ഓഫ് അക്കാമ്മ ചെറിയാൻ വാസ് ജീവിതം ഒരു സമരം. അക്കാമ്മ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. അക്കാമ്മ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. അക്കാമ്മ ചെറിയാൻ ഡൈഡ് ഓൺ 1982. അക്കാമ്മ ചെറിയാന്റെ മരണം 1982. സ്റ്റാച്യു ഓഫ് അക്കാമ്മ ചെറിയാൻ സിറ്റുവേറ്റഡ് അറ്റ് വെള്ളയമ്പലം, തിരുവനന്തപുരം. അക്കാമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. അക്കാമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. ദ ബുക്ക് അക്കാമ്മ ചെറിയാൻ റിട്ടൺ ബൈ ആർ പാർവതി ദേവി. അക്കാമ്മ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആർ പാർവതി ദേവിയാണ്. അക്കാമ്മ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആർ പാർവതി ദേവി. അപ്പോ അക്കാമ്മ ചെറിയാൻ അറിയപ്പെടുന്നത് കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക്. ജനനം 1909 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയില്. 1938 തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടത്തി. രാജധാനി മാർച്ച് നടക്കുമ്പോഴുള്ള രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. മഹാത്മാഗാന്ധി അക്കാമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് ട്രാവൻകൂറിന്റെ ഝാൻസി റാണി എന്നാണ്. 1947 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ദേശസേവിക സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അക്കാമ്മ ചെറിയാനാണ്. 1972 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അക്കാമ്മ ചെറിയാന് താമ്രപത്രം ലഭിക്കുന്നു. അക്കാമ്മ ചെറിയാന്റെ പ്രശസ്തമായ കൃതിയാണ് 1114 കഥ. അക്കാമ്മ ചെറിയാന്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അക്കാമ്മ ചെറിയാന്റെ മരണം 1982. അക്കാമ്മ ചെറിയാന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്ത്. അക്കാമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആർ പാർവതി ദേവി. നെക്സ്റ്റ് വൺ ഈസ് അന്ന ചാണ്ടി. അന്ന ചാണ്ടി ബോൺ ഓൺ 4th May 1905 ഇൻ തിരുവനന്തപുരം. അടുത്തത് അന്ന ചാണ്ടി. അന്ന ചാണ്ടിയുടെ ജനനം 1905 May 4 തിരുവനന്തപുരത്ത്. അന്ന ചാണ്ടിയുടെ ജനനം 1905 May 4 തിരുവനന്തപുരത്ത്. Anna Chandi was the first Kerala woman got a law degree.
കേരളത്തിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിതയാണ് അന്ന ചാണ്ടി. കേരളത്തിൽ ആദ്യമായിട്ട് നിയമബിരുദം അല്ലെങ്കിൽ LLB നേടിയ വനിതയാണ് അന്ന ചാണ്ടി. Anna Chandi became the first Kerala woman judge in a district court in 1948. 1948 ആദ്യമായിട്ട് ഒരു കേരളീയ വനിത ജില്ലാ ജഡ്ജിയായ വർഷമാണ്. അത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടിയാണ് ആദ്യമായിട്ട് ജില്ലാ ജഡ്ജിയായ മലയാളി വനിത അല്ലെങ്കിൽ കേരള വനിത. വർഷം 1948. അപ്പൊ അന്ന ചാണ്ടി ജില്ലാ ജഡ്ജിയായ വർഷം 1948. അന്ന ചാണ്ടിയാണ് ജില്ലാ ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിത അല്ലെങ്കിൽ കേരള വനിത. അന്ന ചാണ്ടി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ബിക്കെയിം എ ഹൈക്കോടതി ജഡ്ജ് ഇൻ 1959 ഇൻ കേരള ഹൈക്കോടതി. അന്ന ചാണ്ടി 1959 കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയാകുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിത ഹൈക്കോടതി ജഡ്ജിയാകുന്ന വ്യക്തിയാണ് അന്ന ചാണ്ടി. അന്ന ചാണ്ടി ഹൈക്കോടതി ജഡ്ജിയായത് 1959 കേരള ഹൈക്കോടതിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിത ഹൈക്കോടതി ജഡ്ജിയാവുന്നത് അന്ന ചാണ്ടിയാണ്. വർഷം 1959. അന്ന ചാണ്ടി പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് വുമൺ മാഗസിൻ ഓഫ് ട്രാവൻകൂർ, ശ്രീമതി. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ പ്രസിദ്ധീകരണമായ ശ്രീമതി ആരംഭിച്ചത് അന്ന ചാണ്ടിയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ മാഗസിനായ ശ്രീമതി ആരംഭിച്ചത് അന്ന ചാണ്ടിയാണ്. In 1967 she became a member of Law Commission of India. 1967 ലോ കമ്മീഷൻ അംഗമായ വനിതയാണ് അന്ന ചാണ്ടി. 1967 ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ വനിതയാണ് അന്ന ചാണ്ടി. അന്ന ചാണ്ടി വാസ് എ മെമ്പർ ഓഫ് ട്രാവൻകൂർ വിധാൻ പരിഷത്ത്. അന്ന ചാണ്ടി ട്രാവൻകൂർ വിധാൻ പരിഷത്തിൽ അംഗമായി. അന്ന ചാണ്ടി ട്രാവൻകൂർ വിധാൻ പരിഷത്തിൽ അംഗമായി. ദ ഓട്ടോബയോഗ്രഫി ഓഫ് അന്ന ചാണ്ടി വാസ് ആത്മകഥ. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അന്ന ചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ. അപ്പോ അന്ന ചാണ്ടി ജനനം 1905 മെയ് 4 തിരുവനന്തപുരത്ത്. കേരളത്തിൽ നിന്ന് LLB അല്ലെങ്കിൽ നിയമബിരുദം നേടിയ ആദ്യത്തെ വനിതയാണ് അന്ന ചാണ്ടി. 1948 ആദ്യമായിട്ട് ഒരു മലയാളി വനിത ജില്ലാ ജഡ്ജിയായത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടി 1959 കേരള ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിയാകുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിത ഹൈക്കോടതി ജഡ്ജിയാവുന്നത് 1959 അന്ന ചാണ്ടിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ പ്രസിദ്ധീകരണം തുടങ്ങിയ വനിതാ മാഗസിനാണ് ശ്രീമതി. അന്ന ചാണ്ടി ഇന്ത്യൻ ലോ കമ്മീഷനിൽ അംഗമായ വർഷമാണ് 1967. അന്ന ചാണ്ടി ട്രാവൻകൂർ വിധാൻ പരിഷത്തിൽ അംഗമായിരുന്നു. അന്ന ചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ. നെക്സ്റ്റ് വൺ ഈസ് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ നോൺ ആസ് ദ ഝാൻസി റാണി ഓഫ് കേരള. ഝാൻസി റാണി ഓഫ് കേരള. ഝാൻസി റാണി ഓഫ് കേരള അല്ലെങ്കിൽ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയാണ് ആനി മസ്ക്രീൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയാണ് അക്കമ്മ ചെറിയാൻ. ഇത് കേരളത്തിന്റെ ഝാൻസി റാണിയാണ്. ഝാൻസി റാണി ഓഫ് കേരള എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയാണ് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ ബോൺ ഇൻ 1902 ഇൻ തിരുവനന്തപുരം. ആനി മസ്ക്രീന്റെ ജനനം 1902 തിരുവനന്തപുരത്താണ്. ആനി മസ്ക്രീന്റെ ജനനം 1902 തിരുവനന്തപുരത്താണ്. ആനി മസ്ക്രീൻ വാസ് ദ ഫസ്റ്റ് മലയാളി മെമ്പർ ഓഫ് ലോക്സഭ. ലോകസഭയിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് ആനി മസ്ക്രീൻ. ലോക്സഭയിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ വാസ് ദ ഓൺലി വുമൺ മെമ്പർ ഫ്രം ട്രാവൻകൂർ ഇൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതയാണ് ആനി മസ്ക്രീൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരേ ഒരു വനിതയാണ്
Annie Musgrave. Annie Musgrave was the first woman minister at Tirukochi state. She served as the minister in charge of health and power. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ആനി മസ്ക്രീൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ആനി മസ്ക്രീൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആരോഗ്യം, ഊർജം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിതാ മന്ത്രിയാണ് ആനി മസ്ക്രീൻ. തിരുക്കൊച്ചി സംസ്ഥാനത്ത് ഹെൽത്ത് ആൻഡ് പവർ, ആരോഗ്യവും ഊർജം, 2 വകുപ്പുകൾ കൈകാര്യം ചെയ്ത വനിതാ മന്ത്രിയാണ് ആനി മസ്ക്രീൻ. ഷീ ഡൈഡ് ഓൺ 1963. ആനി മസ്ക്രീന്റെ മരണം 1963. ആനി മസ്ക്രീൻ സ്ക്വയർ സിറ്റുവേറ്റഡ് അറ്റ് വഴുതക്കാട്, തിരുവനന്തപുരം. ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടാണ്. ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട്. ഇപ്പോ ആനി മസ്ക്രീൻ അറിയപ്പെടുന്നത് കേരളത്തിന്റെ ഝാൻസി റാണി അല്ലെങ്കിൽ ഝാൻസി റാണി ഓഫ് കേരള എന്നാണ്. 1902 തിരുവനന്തപുരത്താണ് ജനനം. ലോക്സഭയിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് ആനി മസ്ക്രീൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് തിരുവിതാംകൂറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വനിതയാണ് ആനി മസ്ക്രീൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ആനി മസ്ക്രീൻ. ആനി മസ്ക്രീൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഹെൽത്ത് ആൻഡ് പവർ, ആരോഗ്യവും ഊർജവും. ആനി മസ്ക്രീന്റെ മരണം 1963. ആനി മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാട്. നെക്സ്റ്റ് വൺ ഈസ് പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം വാസ് ദ ഫസ്റ്റ് നമ്പൂതിരി വുമൺ നോമിനേറ്റഡ് ടു കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ നമ്പൂതിരി വനിതയാണ് അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള വനിതയാണ് പാർവതി നെന്മേനി മംഗലം. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്പൂതിരി വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം ലെഡ് ദ ബോധവൽക്കരണ ജാഥ ഫ്രം മലപ്പുറം ടു കോട്ടയം. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ എന്ന ജാഥ നയിച്ചത് പാർവതി നെന്മേനി മംഗലമാണ്. മലപ്പുറത്ത് നിന്നും കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ എന്ന ജാഥ നയിച്ച നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് യൂത്ത് വിംഗ് ഓഫ് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു പാർവതി നെന്മേനി മംഗലം. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം ഫൗണ്ടഡ് ദ അന്തർജന സമാജം എലോങ് വിത്ത് ആര്യ പള്ളം. പാർവതി നെന്മേനി മംഗലവും ആര്യ പള്ളവും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് അന്തർജന സമാജം. പാർവതി നെന്മേനി മംഗലവും ആര്യ പള്ളവും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് അന്തർജന സമാജം. പാർവതി നെന്മേനി മംഗലം led the protest to boycott the ഘോഷ or പർദ by the നമ്പൂതിരി women in public. പൊതുവിടങ്ങളിലെ നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുഴയുടെ ഉപയോഗം അല്ലെങ്കിൽ ഘോഷ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പാർവതി നെന്മേനി മംഗലം. പൊതുവിടങ്ങളില് നമ്പൂതിരി സ്ത്രീകൾ ഉപയോഗിക്കുന്ന മറക്കുഴയുടെ ഉപയോഗം അല്ലെങ്കിൽ ഘോഷ അത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം. അപ്പൊ പാർവതി നെന്മേനി മംഗലം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നമ്പൂതിരി വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതയാണ്. മലപ്പുറത്തു നിന്നും കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചത് പാർവതി നെന്മേനി മംഗലമാണ്. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലവും ആര്യപ്പള്ളവും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് അന്തർജന സമാജം. നമ്പൂതിരി സ്ത്രീകൾക്കിടയിലെ മറക്കുഴയുടെ ഉപയോഗം അല്ലെങ്കിൽ ഘോഷ അത് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്
പാർവതി നെന്മേനിമംഗലം. നെക്സ്റ്റ് വൺ ഈസ് തോട്ടക്കാട്ട് മാധവി അമ്മ. തോട്ടക്കാട്ട് മാധവി അമ്മ വാസ് വൺ ഓഫ് ദ ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 1925. അടുത്തത് തോട്ടക്കാട്ട് മാധവി അമ്മ. തോട്ടക്കാട്ട് മാധവി അമ്മ 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. തോട്ടക്കാട്ട് മാധവി അമ്മ 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. തോട്ടക്കാട്ട് മാധവി അമ്മ വാസ് ദ ഫസ്റ്റ് വുമൺ നോമിനേറ്റഡ് ഇൻ ടു ദ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ. തോട്ടക്കാട്ട് മാധവി അമ്മ വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് വുമൺ സെഷൻ ഓഫ് NSS ഇൻ 1929. 1929 NSS വനിതകൾക്ക് മാത്രമായിട്ട് ഒരു സമ്മേളനം നടത്തിയപ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ. 1929 NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി വനിതാ അംഗങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ. മാധവി അമ്മ വാസ് ദ എഡിറ്റർ ഓഫ് ദ പബ്ലിക്കേഷൻ പ്രഭാതം. പ്രഭാതം എന്ന പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ ആയിരുന്ന വ്യക്തിയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ. തോട്ടക്കാട്ട് മാധവി അമ്മ എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണമാണ് പ്രഭാതം. ദ മെയിൻ ബുക്സ് റിട്ടൺ ബൈ തോട്ടക്കാട്ട് മാധവി അമ്മ വേർ ഹേമപഞ്ചരം ആൻഡ് തത്വചിന്ത. തോട്ടക്കാട്ട് മാധവി അമ്മയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ഹേമപഞ്ചരവും തത്വചിന്തയും. ഹേമപഞ്ചരവും തത്വചിന്തയും. ഇപ്പൊ തോട്ടക്കാട്ട് മാധവി അമ്മ 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്ഥാപക അംഗങ്ങളുടെ ഒരാളാണ്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ. 1929 നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS അതിന്റെ വനിതകൾക്ക് മാത്രമായിട്ട് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു തോട്ടക്കാട്ട് മാധവി അമ്മ. തോട്ടക്കാട്ട് മാധവി അമ്മ എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധീകരണമാണ് പ്രഭാതം. തോട്ടക്കാട്ട് മാധവി അമ്മയുടെ കൃതികളാണ് ഹേമപഞ്ചരവും തത്വചിന്തയും. ഹേമപഞ്ചരവും തത്വചിന്തയും. നെക്സ്റ്റ് വൺ ഈസ് കെ ദേവയാനി. കെ ദേവയാനി നോൺ ആസ് ദ ഹീറോയിൻ ഓഫ് കരിവള്ളൂർ. അടുത്തത് കെ ദേവയാനി. കെ ദേവയാനി അറിയപ്പെടുന്നത് കരിവള്ളൂർ സമരനായിക അല്ലെങ്കിൽ ഹീറോയിൻ ഓഫ് കരിവള്ളൂർ എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. കെ ദേവയാനി അറിയപ്പെടുന്ന പേരാണ് ഹീറോയിൻ ഓഫ് കരിവള്ളൂർ അല്ലെങ്കിൽ കരിവള്ളൂർ സമരനായിക. കെ ദേവയാനി വാസ് ദ വുമൺ ലീഡർ ഓഫ് കരിവള്ളൂർ സ്ട്രഗിൾ ടുക്ക് പ്ലേസ് ഇൻ 1946. 1946 നടന്ന കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നേതാവാണ് കെ ദേവയാനി. 1946 നടന്ന കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നായികയാണ് കെ ദേവയാനി. ദ ഓട്ടോബയോഗ്രഫി ഓഫ് കെ ദേവയാനി വാസ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. അപ്പൊ കെ ദേവയാനി അറിയപ്പെടുന്നത് ഹീറോയിൻ ഓഫ് കരിവള്ളൂർ അല്ലെങ്കിൽ കരിവള്ളൂർ സമരനായിക എന്നാണ്. 1946 കരിവള്ളൂർ സമരത്തിന്റെ വനിതാ നേതാക്കന്മാരിൽ ഒരാളാണ് കെ ദേവയാനി. കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. അത്രയാണ് കേരള റിനൈസൻസ് അല്ലെങ്കിൽ കേരള നവോത്ഥാന ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ. So we can move into the next session, a small session, Gandhiji's 5 visits. അടുത്തത് നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്, ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനങ്ങൾ. ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനങ്ങൾ എന്ന ചെറിയ ടോപ്പിക്കാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്, കേരള റിനൈസൻസ് അല്ലെങ്കിൽ കേരള നവോത്ഥാനം എന്ന ഭാഗത്ത്. ഗാന്ധിജീസ് ഫസ്റ്റ് വിസിറ്റ് ഇൻ 1920.
ഗാന്ധിജിയുടെ കേരളത്തിലെ ആദ്യത്തെ സന്ദർശനം 1920. ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ സന്ദർശനം 1920. Mahatma Gandhi visited Kerala for the first time on August 18, 1920. 1920 ഓഗസ്റ്റ് 18 മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരള സന്ദർശനം നടത്തുന്നത്. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18. മഹാത്മാഗാന്ധി റീച്ച് കോഴിക്കോട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കേരള. കേരളത്തിൽ ആദ്യമായിട്ട് മഹാത്മാഗാന്ധി എത്തിയ സ്ഥലമാണ് കോഴിക്കോട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം കേരളത്തിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. മഹാത്മാഗാന്ധി കേരളത്തിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്ന സ്ഥലമാണ് കോഴിക്കോട്. ദ ഫസ്റ്റ് കേരള വിസിറ്റ് വാസ് എ പാർട്ട് ഓഫ് നേഷൻ വൈഡ് ക്യാമ്പയിൻ ടു സപ്പോർട്ട് ഫോർ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഗാന്ധിജിയുടെ 1920 ഒന്നാം കേരള സന്ദർശനത്തിന്റെ ഉദ്ദേശം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്ത് മൂവ്മെന്റിനും കേരളത്തിൽ നിന്നുള്ള പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഗാന്ധിജിയുടെ ഒന്നാമത്തെ കേരള സന്ദർശനം 1920. അതിന്റെ ഉദ്ദേശം ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനും കേരളത്തിൽ നിന്നുള്ള പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ്. The speech of Mahatma Gandhi at the first visit was translated into Malayalam by K. Madhavan Nair. മഹാത്മാഗാന്ധിയുടെ ആദ്യ സന്ദർശനത്തില് കോഴിക്കോട് വെച്ച് നടത്തിയ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് കെ മാധവൻ നായരാണ്. മഹാത്മാഗാന്ധിയുടെ ആദ്യ സന്ദർശനമായ 1920 കോഴിക്കോട് വെച്ച് നടത്തിയ പ്രഭാഷണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ മാധവൻ നായരാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ സന്ദർശനം 1920. 1920 ഓഗസ്റ്റ് 18 മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരളത്തിൽ എത്തുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിലെത്തിയ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അദ്ദേഹം എത്തിയത്. ഇനി മഹാത്മാഗാന്ധിയുടെ ഒന്നാമത്തെ സന്ദർശനം 1920 കേരള വിസിറ്റിന്റെ ഉദ്ദേശം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനും ഖിലാഫത്ത് മൂവ്മെന്റിനും കേരളത്തിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. ഇനി ആദ്യത്തെ സന്ദർശനത്തില് കോഴിക്കോട് വെച്ച് ഗാന്ധിജി നടത്തിയ പ്രസംഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് കെ മാധവൻ നായർ. The second visit in 1925. ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം വർഷം 1925. ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം 1925. Gandhi visited Kerala for the second time in 1925 March 8. ഗാന്ധിജി രണ്ടാമത് കേരളത്തിലെത്തിയത് 1925 മാർച്ച് 8. ഗാന്ധിജി രണ്ടാമത് കേരളത്തിലെത്തിയത് 1925 മാർച്ച് 8. The mission of Gandhiji's second visit was for participating in വൈക്കം സത്യാഗ്രഹ. ഗാന്ധിജിയുടെ കേരളത്തിലെ രണ്ടാം സന്ദർശനം 1925 രണ്ടാം സന്ദർശനത്തിന്റെ ഉദ്ദേശം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലേക്കുള്ള ഗാന്ധിജിയുടെ 1925 രണ്ടാമത്തെ സന്ദർശനം. During the second visit in 1925, Gandhiji visited the Regent Queen Sethulakshmibai of Travancore. അദ്ദേഹത്തിന്റെ രണ്ടാം സന്ദർശനത്തിലാണ് അദ്ദേഹം തിരുവിതാംകൂറിലെ റീജന്റ് ഭരണാധികാരിയായിരുന്ന സേതു ലക്ഷ്മിഭായിയെ കാണുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാം സന്ദർശനത്തിലാണ് തിരുവിതാംകൂറിലെ റീജന്റ് ഭരണാധികാരിയായിരുന്ന റാണി സേതു ലക്ഷ്മിഭായിയെ അദ്ദേഹം കാണുന്നത്. മഹാത്മാഗാന്ധി വിസിറ്റഡ് ശ്രീനാരായണ ഗുരു ഡ്യൂറിംഗ് ദ സെക്കൻഡ് വിസിറ്റ് ഇൻ ശിവഗിരി വർക്കല. ഗാന്ധിജിയുടെ 1925 രണ്ടാം സന്ദർശന വേളയിലാണ് അദ്ദേഹം വർക്കല ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. 1925 രണ്ടാം സന്ദർശന വേളയിലാണ് അദ്ദേഹം വർക്കല ശിവഗിരിയില് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. The conversation between Gandhiji and Narayana Guru was translated into Malayalam by N. Kumaran. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം വിവർത്തനം ചെയ്തു കൊടുത്തത് എൻ കുമാരനാണ്.
ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം വിവർത്തനം ചെയ്തു കൊടുത്ത വ്യക്തി എൻ കുമാരൻ. ഇപ്പോ ഗാന്ധിജിയുടെ രണ്ടാം സന്ദർശനം വർഷം 1925. 1925 മാർച്ച് 8-നാണ് ഗാന്ധിജി രണ്ടാമത് കേരളത്തിലെത്തുന്നത്. രണ്ടാമത് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിന്റെ ഉദ്ദേശം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാം സന്ദർശന വേളയിൽ അദ്ദേഹം സന്ദർശിച്ച വ്യക്തികളാണ് തിരുവിതാംകൂറിലെ റീജന്റ് റാണിയായിരുന്ന റാണി സേതുലക്ഷ്മിബായി, അതുകൂടാതെ വർക്കല ശിവഗിരിയില് ശ്രീനാരായണ ഗുരു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം വിവർത്തനം ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ. ഗാന്ധിജീസ് തേർഡ് വിസിറ്റ് ഇൻ 1927. 1927 ഗാന്ധിജിയുടെ മൂന്നാമത്തെ കേരള സന്ദർശനം. തേർഡ് വിസിറ്റ് 1927. Gandhi visited Kerala for the third time in 1927, October 9. ഗാന്ധിജി മൂന്നാം തവണ കേരള സന്ദർശിച്ചത് 1927 ഒക്ടോബർ 9. ഗാന്ധിജി മൂന്നാം തവണ കേരള സന്ദർശിച്ചത് 1927 ഒക്ടോബർ 9. The third visit of Kerala Gandhiji was the part of South Indian visit and campaign for Khadi. ഗാന്ധിജിയുടെ മൂന്നാമത് കേരള സന്ദർശനത്തിന്റെ ഉദ്ദേശം സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗവും കൂടാതെ ഖാദിയുടെ പ്രചരണാർത്ഥവുമാണ്. ക്യാമ്പയിൻ ഫോർ ഖാദിയും സൗത്ത് ഇന്ത്യൻ വിസിറ്റും. ഗാന്ധിജിയുടെ ദക്ഷിണേന്ത്യൻ പര്യടനം, ഖാദിയുടെ പ്രചരണം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് 1927 ഒക്ടോബർ 9 ഗാന്ധിജി കേരളത്തിലേക്ക് മൂന്നാമത്തെ സന്ദർശനം നടത്തുന്നത്. വള്ളത്തോൾ നാരായണ മേനോൻ മെറ്റ് ഗാന്ധിജി ഡ്യൂറിംഗ് ദ തേർഡ് വിസിറ്റ്. ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശന വേളയിലാണ് ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയുടെ 1927 മൂന്നാം സന്ദർശന വേളയിലാണ് വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടുന്നത്. ഇപ്പോ ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം 1927 1927 ഒക്ടോബർ 9 ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. മൂന്നാം തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നതിന് കാരണം ദക്ഷിണേന്ത്യൻ പര്യടനവും ഖാദിയുടെ പ്രചരണവും, സൗത്ത് ഇന്ത്യൻ വിസിറ്റും ക്യാമ്പയിൻ ഫോർ ഖാദിയുമാണ്. ഗാന്ധിജിയുടെ മൂന്നാം സന്ദർശന വേളയിലാണ് അദ്ദേഹം ആരുമായി കണ്ടുമുട്ടുന്നത്? വള്ളത്തോൾ നാരായണ മേനോനുമായി കണ്ടുമുട്ടുന്നത്. The fourth visit of Gandhiji to Kerala in 1934. The fourth visit of Gandhiji in 1934. ഗാന്ധിജിയുടെ നാലാമത് കേരള സന്ദർശനം 1934. ഗാന്ധിജിയുടെ നാലാമത് സന്ദർശനം 1934. Gandhiji visited Kerala for the fourth time in 1934, January 10. ഗാന്ധിജി നാലാം തവണ കേരളം സന്ദർശിച്ചത് 1934 ജനുവരി 10. ഗാന്ധിജി നാലാം തവണ കേരളം സന്ദർശിച്ചത് 1934 ജനുവരി 10. The fourth visit of Gandhiji was as a part of Harijan Fund collection. ഗാന്ധിജിയുടെ നാലാം സന്ദർശന വേളയുടെ ഉദ്ദേശം ഹരിജൻ പത്രവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ശേഖരണവുമായിട്ടായിരുന്നു. ഹരിജൻ പത്രവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണത്തിനാണ് ഗാന്ധിജി നാലാം തവണ കേരള സന്ദർശനം നടത്തുന്നത്. The Kaumudi teacher from Vadagara who donated her gold ornaments in the fourth visit to Gandhiji. ഗാന്ധിജിയുടെ നാലാം സന്ദർശന വേളയിലാണ് വടകര നിന്നുള്ള കൗമുദി ടീച്ചർ എന്ന ബാലിക മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ഗാന്ധിജിക്ക് ഹരിജൻ ഫണ്ടിലേക്ക് കൊടുക്കുന്നത്. ഗാന്ധിജിയുടെ നാലാം സന്ദർശന വേളയിലാണ് വടകര നിന്നുള്ള കൗമുദി ടീച്ചർ ഗാന്ധിജിക്ക് ഹരിജൻ ഫണ്ടിലേക്ക് സ്വർണ്ണാഭരണം മുഴുവൻ ദാനം ചെയ്യുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ നാലാം സന്ദർശനം 1934 1934 ജനുവരി 10 ഗാന്ധിജി നാലാം തവണ കേരളം സന്ദർശിക്കുന്നത്. ഗാന്ധിജിയുടെ നാലാമത്തെ കേരള സന്ദർശനത്തിന്റെ ഉദ്ദേശം ഹരിജൻ പത്രവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണമായിരുന്നു. ഇനി ഗാന്ധിജിയുടെ നാലാം സന്ദർശന വേളയിലാണ് വടകര നിന്നുള്ള കൗമുദി ടീച്ചർ സ്വർണ്ണാഭരണം മുഴുവൻ ഹരിജൻ ഫണ്ടിലേക്ക് കൊടുത്തത്. The fifth and last visit of Gandhiji to Kerala in 1937. ഗാന്ധിജിയുടെ കേരളത്തിലേക്കുള്ള അഞ്ചാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള
സന്ദർശനം 1937. ഗാന്ധിജിയുടെ കേരളത്തിലേക്കുള്ള 5ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള സന്ദർശനം 1937. Gandhiji visited Kerala for the 5th and final time in 1937 January 12. ഗാന്ധിജി 5ാമത്തത് അല്ലെങ്കിൽ അവസാനത്തെ തവണ കേരളം സന്ദർശിക്കുന്നത് 1937 ജനുവരി 12-നാണ്. The 5th and final visit of Gandhiji visit to Kerala was mainly to participate in the celebration of Temple Entry Proclamation in 1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനാണ് 1937 ഗാന്ധിജി കേരളത്തിൽ 5ാമത് അല്ലെങ്കിൽ അവസാനമായിട്ട് എത്തിച്ചേർന്നത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷന്റെ ഭാഗമായിട്ട് നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1937 ഗാന്ധിജി കേരളത്തിൽ 5ാമത് അല്ലെങ്കിൽ അവസാന സന്ദർശനം നടത്തുന്നത്. ഡ്യൂറിംഗ് ദിസ് വിസിറ്റ് ഗാന്ധിജി വിസിറ്റഡ് അയ്യങ്കാളി അറ്റ് വെങ്ങാനൂർ. ഗാന്ധിജിയുടെ 5ാമത്തെ സന്ദർശന വേളയിൽ അല്ലെങ്കിൽ അവസാനത്തെ സന്ദർശന വേളയിലാണ് അദ്ദേഹം വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയുടെ 5ാമത്തെ സന്ദർശന വേളയിലാണ് ഗാന്ധിജി വെങ്ങാനൂർ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജി ഗേവ് ദ ടൈറ്റിൽ പുലയരാജ ടു അയ്യങ്കാളി ഇൻ ദിസ് വിസിറ്റ്. ഗാന്ധിജി അയ്യങ്കാളിക്ക് പുലയരാജ എന്ന ടൈറ്റിൽ അല്ലെങ്കിൽ ബഹുമതി നൽകുന്നത് ഈ സന്ദർശനത്തിലാണ്. 5ാമത്തെ സന്ദർശന വേളയിലാണ് ഗാന്ധിജി അയ്യങ്കാളിക്ക് പുലയരാജ എന്ന ടൈറ്റിൽ നൽകുന്നത്. അപ്പോ ഗാന്ധിജിയുടെ 5ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ കേരള സന്ദർശനം 1937 1937 ജനുവരി 12-നാണ് ഗാന്ധിജി 5ാമത്തെ തവണ അല്ലെങ്കിൽ അവസാനത്തെ തവണ കേരളത്തിൽ എത്തിച്ചേരുന്നത്. 5ാം തവണ ഗാന്ധിജിയുടെ കേരള സന്ദർശന ഉദ്ദേശം 1936 നടന്ന ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗാന്ധിജിയുടെ 5ാം സന്ദർശന വേളയിലാണ് ഗാന്ധിജി വെങ്ങാനൂർ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഈ സന്ദർശന വേളയിലാണ് അദ്ദേഹം അയ്യങ്കാളി എന്ത് വിളിക്കുന്നത്? പുലയരാജ എന്ന് വിളിക്കുന്നത്. So friends, that's all about the 5 visits of Mahatma Gandhi. So we will discuss another chapter in our next class. Thank you.